നമസ്കാരം. കാർമൽ കാം കളക്റ്റീവിൻ്റെ മൂന്നാമത്തെ സീരീസിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ രജനി, ഫാക്കൽറ്റി ഓഫ് സയൻസ് അറ്റ് കാർമൽ. അധ്യാപകർ എന്ന നിലയിലും രക്ഷിതാക്കൾ എന്ന നിലയിലും കുട്ടികളുടെ മാനസികമായ ഉയർച്ച ഉറപ്പുവരുത്തുന്നതിനായി ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നതാണ് കാർമൽ കാം കളക്റ്റീവ് എന്ന വെബിനാർ സീരീസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന നിലയിൽ നമ്മൾ അവരോട് എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ചായിരിക്കും പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച വൈകുന്നേരം 7:30 കാർമൽ കാം കളക്റ്റീവ് എന്ന പേരിൽ നമ്മൾ ഒത്തുചേരും. ഓരോ തവണയും ഓരോ പുതിയ വിഷയങ്ങളിൽ ചില ആശയങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. അതേ വിഷയങ്ങളിൽ നിങ്ങൾക്കും ചിലതൊക്കെ പങ്കുവയ്ക്കാനുണ്ടാകും. അത് കമൻറ്റിലൂടെ അറിയിക്കുക. നേരിട്ട് പങ്കെടുക്കുന്നവരുടെയും പിന്നീട് വീഡിയോ കാണുന്നവരുടെയും പൂർണ്ണമായ പിന്തുണയും സ്നേഹവും സഹകരണവുമാണ് ഈ പരിപാടിയുടെ വിജയം. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം കുട്ടികളുടെ ഉന്നമനം തന്നെയാണ്. പ്രതിസന്ധികളെ ധീരമായി നേരിടാനുള്ള ഉൾക്കരുത്ത് അവർക്കുണ്ടാകണം. തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയും അബദ്ധങ്ങളിൽ അകപ്പെടാതിരിക്കാനും നേർവഴിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള തിരിച്ചറിവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കണം. സമൂഹത്തിനും കുടുംബത്തിനും അവനവന് തന്നെയും ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വന്തം ജീവിതം രൂപകൽപ്പന ചെയ്യാനുള്ള വൈദഗ്ധ്യം അവർക്കുണ്ടായിരിക്കണം. കാർമൽ കാം കളക്റ്റീവ് ലക്ഷ്യമിടുന്നതും അതിനു തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി കാർമൽ സ്കൂൾ ആർട്ട് ഫാക്കൽറ്റിയും കഴിഞ്ഞ കുറച്ചു കാലമായി കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന സരിത ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചർ നമസ്കാരം. ബീയിങ് അൺകണ്ടീഷണൽ ഇൻ പാരന്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണ് അൺകണ്ടീഷണൽ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹത്തിനുമേൽ യാതൊരു ഉപാധിയും അടിച്ചേൽപ്പിക്കാതെ സ്നേഹം മാത്രമായി തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് ഏതൊരു ബന്ധവും അൺകണ്ടീഷണൽ എന്ന അർത്ഥതലത്തിലേക്ക് എത്തുന്നത്. പലപ്പോഴും ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയല്ലാത്ത സ്ഥിതിയിൽ സാമൂഹികമായും ഒരു വ്യക്തിയുടെ മാനസികമായ സ്വാർത്ഥമായ ഇടപെടലുകൾ കൊണ്ടും പലപ്പോഴും വ്യക്തിബന്ധങ്ങൾ അൺകണ്ടീഷണൽ എന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുകയും അതുമൂലം തകർച്ചയുടെ വക്കിലെത്തുകയും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അൺകണ്ടീഷണലായി ജീവിതത്തെ നോക്കിക്കാണേണ്ടതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി രക്ഷിതാവാകുക എന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികമായ ഘടകങ്ങൾ, സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ, ജോലി സ്ഥലത്തെ പ്രഷറുകൾ, അത് കഴിഞ്ഞു വന്ന് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ തികച്ചും ആ രക്ഷിതാവ് സമ്മർദ്ദങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം ആ ഇടപെടലുകളിൽ സമ്മർദ്ദം ചെലുത്താറുണ്ട്. അത് പലപ്പോഴും കുട്ടിയോടുള്ള മനോഭാവവും കുട്ടിയോടുള്ള ഇടപെടലുകളിലും പലതരം പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും അത് കുഞ്ഞിനെ പലതരത്തിൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്താറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു രക്ഷിതാവ് എത്രമാത്രം അൺകണ്ടീഷണൽ ആവേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അൺകണ്ടീഷണൽ ആവുക എന്നത് വാക്കുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളുടെ അധിക സമ്മർദ്ദം കാരണം നമ്മുടെ കുട്ടി എന്തൊക്കെയോ ആയിത്തീരണം എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമ്മൾ പലപ്പോഴും അൺകണ്ടീഷണൽ ആയിട്ടല്ല രക്ഷിതാവ് എന്ന റോളിൽ എത്താറുണ്ട്. അപ്പോൾ അൺകണ്ടീഷണൽ ആവുന്നതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അതിനു മുമ്പ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ 2 വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. അതിനുശേഷം ആ 2 അവസ്ഥകളെയും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അൺകണ്ടീഷണൽ എന്ന് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചു. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രശസ്തമായ
ഒരു വിദ്യാലയത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി പഠനത്തിനൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്ന ഒരു വിദ്യാലയത്തിൽ വളരെയധികം നല്ല രീതിയിൽ പഠനം നടത്തി വരുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ക്ലാസ് ടീച്ചറും ആ കുഞ്ഞും തമ്മിൽ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ ടീച്ചർ അദ്ദേഹത്തെ വിളിച്ചിട്ട് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുഞ്ഞു കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് എന്നെ വിളിച്ചത്. നീ ഒന്ന് ആ കുഞ്ഞിനോ എൻ്റെ മോനോട് സംസാരിച്ച് നോക്ക്, എന്ത് കാരണം കൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന് അതൊരു വലിയ ഷോക്കായിരുന്നു. എൻ്റെ മകൻ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നത് അദ്ദേഹത്തിന് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ആ കുഞ്ഞിനോട് സംസാരിച്ചു. അപ്പോൾ കുഞ്ഞെന്നോട് സംസാരിച്ചത്, ആൻറ്റി, എൻ്റെ പപ്പ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് സുഖസൗകര്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നാമതെത്തിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ ഞാൻ അതുവരെ അനുഭവിച്ച സ്നേഹമല്ല ഞാൻ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, എൻ്റെ മികവ് കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം. ആ മികവ് കുറഞ്ഞ ഞാൻ എങ്ങനെ എൻ്റെ പപ്പായെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ആൻറ്റി, അങ്ങനൊരു കണ്ടീഷനിൽ എനിക്ക് എൻ്റെ പപ്പയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ആ കുഞ്ഞ് പിന്നെയും കരയേ. അതിനുശേഷം ആ കുട്ടിയെ മാറ്റി നിർത്തി ഞാൻ അവൻ്റെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് മകന് നൽകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നു, മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ചായിരുന്നു. അവൻ ഏറ്റവും മികച്ചതാവണ്ടേ എന്നാണ് ആ രക്ഷിതാവ് എന്നോട് സംസാരിച്ചത്. ഇവിടെ സത്യത്തിൽ നമ്മൾ കുട്ടിയോടാണോ സംസാരിക്കേണ്ടത്, കുട്ടിയെയാണോ സംസാരിച്ച് തിരുത്തേണ്ടത്, അതോ ആ രക്ഷിതാവിനോടാണോ സംസാരിക്കേണ്ടത്? നമുക്ക് മനസ്സിലാവും കുട്ടിയുടെ ചിന്താഗതി ശരിയാണ്, കുട്ടിയുടെ പേടി ശരിയാണ്. അതോടൊപ്പം തന്നെ ആ രക്ഷിതാവിൻ്റെ ചില ചിന്താഗതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേസമയം ഈ കഴിഞ്ഞ +2 റിസൾട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മക്കൾ +2 പരീക്ഷ പാസ്സായി. അതേസമയം എൻ്റെ മോളും അതേ പരീക്ഷ അതേ ദിവസം തന്നെയാണ് പാസ്സായത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു, അവർക്ക് ഇരട്ട കുട്ടികളുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, സരി, അവർ പാസ്സായി, അവൻ 65% ഉണ്ട്, അവൾക്ക് 93%. ഞാനപ്പോൾ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 93%-ത്തേക്കാൾ ആ അമ്മ കൂടുതൽ സന്തോഷിച്ചത് 65% വിജയത്തിലാണ്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്വന്തം മക്കളെ അവരുടെ കുറവുകളും മികവുകളും മനസ്സിലാക്കി വളർത്തിയ ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ മകൻ്റെ 65% അത്രയും വിജയമായി തോന്നിയത്. കാരണം ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ അത്രയും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് 93% മാർക്ക് കിട്ടിയ വിജയത്തേക്കാൾ 65% വിജയത്തെ ആഘോഷിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചത്. അവിടെ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയെ പേടിയാണ്, എനിക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്ന പരാതി ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ 2 ഉദാഹരണങ്ങളും പാരൻറ്റിങ്ങിൽ നമ്മൾ കൈക്കൊള്ളുന്ന 2 വ്യത്യസ്ത പെർസ്പെക്റ്റീവുകളാണ്. ഒന്ന്, നമ്മൾ കണ്ടീഷണൽ ആവുകയാണ്. ആദ്യത്തെ രക്ഷിതാവ് ചെയ്തത് കണ്ടീഷണൽ ആവുകയാണ്. വിജയിക്കുമ്പോൾ, നീ മികച്ചവനാകുമ്പോൾ, നീ ഒന്നാമനായി എത്തുമ്പോൾ, അത്തരം കണ്ടീഷണലുകളിൽ നിന്നിട്ട് ആ കണ്ടീഷനെ അടിസ്ഥാനമാക്കി കുഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ കണ്ടീഷനുകൾക്ക് അപ്പുറത്തേക്ക് ഞാൻ കടക്കുമ്പോൾ അവിടേക്ക് എത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്ന പേടി ആ കുഞ്ഞിന് വരുന്നത്. രണ്ടാമത്തെ രക്ഷിതാവിൻ്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ മികവുകളോടെയും അവരുടെ കുറവുകളോടെയും ആ രക്ഷിതാവിന് ഉൾക്കൊള്ളാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ വിജയത്തെ ഏത് മികച്ചത് ഏത് താഴ്ന്നത് എന്ന് ചിന്തിക്കാതെ രണ്ടും ഒരേപോലെ ആഘോഷിക്കാൻ കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആശയപരമായി ഞാൻ ആ രണ്ടാമത്തെ രക്ഷിതാവിൻ്റെ കൂടെയാണ് നിൽക്കുക. കാരണം അവർ അൺകണ്ടീഷണലായിരുന്നു ആസ് എ പാരൻറ്റ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എന്താണ് അൺകണ്ടീഷണൽ ആവുക എന്നത് നമുക്ക് മനസ്സിലായി. ഇനി അൺകണ്ടീഷണൽ ആവുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് പറയാം, നിങ്ങൾ അൺകണ്ടീഷണലായി മക്കളെ സ്നേഹിക്കൂ, നിങ്ങൾ അൺകണ്ടീഷണൽ ആവും എന്ന് പറയാം. പക്ഷേ ഏതൊരു റിലേഷൻഷിപ്പിലും ഒരു വ്യക്തിക്ക് അൺകണ്ടീഷണൽ ആവണമെങ്കിൽ ഒരുപാട് മാനസികമായ തലങ്ങളിൽ കൂടി കടന്നു പോകണം. അത് അത്രയും ഡിവൈനായ ഒരു അവസ്ഥയാണ്. തൻ്റെ
അടുത്തുള്ള ആളെ, താൻ ഇടപെടുന്ന ആളെ ഏറ്റവും ഒരു ഉപാധികളും ഇല്ലാതെ, ഒരു ഉപാധികളും അടിച്ചേൽപ്പിക്കാതെ സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് സ്നേഹിക്കുന്നത്, ആ തലത്തിലേക്ക് എത്തുക എന്നത് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. ഒരർത്ഥത്തിൽ അത്തരം ഒരു രക്ഷിതാവിന് മാത്രമേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഒരു മികച്ച സോഷ്യൽ ബീയിങ് എന്ന തലത്തിലേക്ക് തൻ്റെ മക്കളെ എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ ഒരു സമ്മർദ്ദങ്ങളുടെ യാതൊരു പ്രതിഫലനവും തൻ്റെ രക്ഷിതാവ് എന്ന റോളിലേക്ക് വരാതെ തൻ്റെ കുഞ്ഞിനെ അവൻ്റെ മികവുകളോടെയും അവൻ്റെ പരിമിതികളോടെയും സമൂഹത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുതന്നെയാണ് ബീയിങ് അൺകണ്ടീഷണൽ ആസ് എ പാരൻറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അത്തരം പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് ആണ്. അതായത് നമുക്കറിയാം, ഓരോ കുഞ്ഞിനും അവൻ്റേതായ കഴിവുകളുണ്ട്. അവൻ്റേതായ കഴിവുകളിൽ അവൻ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ അവൻ്റേതായ പരിമിതികളും അവനെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അവനെ അവനായി ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് സാധിക്കുക. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമ്പോൾ മാത്രമേ ഒരു രക്ഷിതാവിന് അവൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവനെങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് അവനെ ട്രാക്ക് ചെയ്ത് വിടണമെങ്കിൽ ആ ആക്സെപ്റ്റൻസ് മെൻറ്റാലിറ്റി ആ രക്ഷിതാവിനുണ്ടായിരിക്കും. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ ചിന്തിക്കുക, എനിക്ക് എൻ്റെ കുഞ്ഞിനെ അവനായി സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവൻ്റെ കുറവുകളോടെ എനിക്ക് അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ അൺകണ്ടീഷണൽ ആവാനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. നമ്മുടെ ഈ വെബിനാർ സീരീസിൻ്റെ ഒന്നാമത്തെ സീരീസിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലറായിരുന്ന ഉമാമ നമ്മളോട് സംസാരിച്ചു. ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെ വേദനയ്ക്ക് തുല്യമാണ് ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വേദന. അവിടെയാണ് ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. രാജ്യം നഷ്ടപ്പെട്ട രാജാവിനുണ്ടാവുന്ന വേവലാതിയോളം തന്നെ വലുതാണ് കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞ് പറയുന്ന വേവലാതി. അപ്പം നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളിലും സശ്രദ്ധം കുഞ്ഞിനെ കേൾക്കുന്നുണ്ട് എന്നുള്ള തോന്നലാണ് കുഞ്ഞിന് ആദ്യം വരുന്നത്. അത്തരത്തിലൊരു തോന്നൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ആ കുഞ്ഞിന് താൻ നേരിട്ട നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളും തൻ്റെ രക്ഷിതാവിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് താൻ നേരിട്ട ഒരു സെക്ഷൽ അബ്യൂസിനെ പറ്റി പോലും ആ കുഞ്ഞിന് തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ സാധിക്കും. അവിടെ നമ്മുടെ ശ്രദ്ധയൊന്ന് പാളിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുഖഭാവം ഒന്ന് മാറുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ, അത് കേൾക്കാൻ അവർക്ക് സന്നദ്ധതയില്ലെന്ന് തോന്നി ആ കുഞ്ഞൊരിക്കലും പിന്നെ നമ്മളോട് സംസാരിക്കാൻ സന്നദ്ധമാകും. അതുകൊണ്ട് ആസ് എ പാരന്റ് നമ്മൾ നല്ലൊരു ലിസണർ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലൊരു മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൺകണ്ടീഷണൽ ആവുക എന്നതിൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ കുഞ്ഞ് പറയുന്ന കാര്യവും നമ്മുടെ പേഴ്സ്പെക്റ്റീവും വ്യത്യാസമാണെങ്കിൽ എന്ത് ചെയ്യും? കുഞ്ഞ് പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും അതൊരു പെരുമാറ്റ വൈകല്യമായി കുഞ്ഞിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനും നമുക്ക് സാധിക്കണം. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് കുഞ്ഞിലേക്ക് എത്തിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുഞ്ഞിൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരുത്തുക, നമ്മുടെ കുഞ്ഞിൻ്റെ പ്രതിസന്ധികളിൽ അവന് താങ്ങാവുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരമ്മ അല്ലെങ്കിൽ ഒരച്ഛൻ ഒരിക്കലും ചെയ്യാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കമ്പാരിസൺ. ഒരു കുഞ്ഞിന് അവൻ്റെ പരിമിതികളുണ്ടെന്ന് നമ്മൾ പലതവണ പറഞ്ഞു. ആ പരിമിതികളോടെ നമ്മുടെ കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മറ്റൊരാളുമായി കമ്പയർ ചെയ്ത് ഒരേ ഗർഭപാത്രത്തിൽ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞായി ഒരേ സമയം ജനിക്കുന്ന ഇരട്ട കുഞ്ഞുങ്ങൾ പോലും ഒരേപോലെയല്ല. അവരുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഐഡൻറ്റിറ്റിയിൽ വ്യത്യാസമുണ്ട്, അവർ ലോകത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് ആസ് എ പാരന്റ് നമ്മൾ ആ കമ്പാരിസൺ മെൻറ്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ, നമ്മൾ
പലരെയും കാണുന്നുണ്ട്. പല കുട്ടികളും നമ്മളോട് പറയുന്ന ഒരു പരാതിയാണ്, അമ്മ ചേട്ടനെയാണ് സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, നിനക്കത് എങ്ങനെയാണ് മനസ്സിലായത്? ചേട്ടൻ എല്ലാം ചെയ്യുന്നത് ശരിയാണ്, നീ ചെയ്യുന്നത് ശരിയല്ല. നീ ചേട്ടനെ കണ്ടുപഠിക്കൂ, അല്ലെങ്കിൽ നീ ചേച്ചിയെ കണ്ടുപഠിക്കൂ, നിന്റെ അനിയത്തി എത്ര സ്മാർട്ടാണ്. ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സിനേൽക്കുന്ന മുറിവുണ്ട്. ഞാൻ എന്തോ കുറവുകളുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ ആവേണ്ടത്. അത് അവൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട്, അവൻ്റെ വൈകാരിക സുരക്ഷിതത്വത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ഭാവിയിൽ ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു വ്യക്തിയായി മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു കുഞ്ഞിൻ്റെ കുട്ടിക്കാലത്ത് ഏൽക്കുന്ന ട്രോമകൾ അവൻ്റെ മുതിർന്ന വ്യക്തിയായുള്ള ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ബാല്യകാലത്ത് അവൻ നേരിടേണ്ടി വരുന്ന ഇത്തരം ചെറിയ ചെറിയ മുറിവുകൾ പോലും അവൻ്റെ വ്യക്തി ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരുപാട് കേസുകൾ, നമ്മൾ എത്രയോ കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുട്ടിക്കാലത്ത് കമ്പാരിസൺ മെൻറ്റാലിറ്റി കൊണ്ട് ആ കുഞ്ഞിന് മനസ്സിൽ ആഴത്തിൽ വേദവെച്ച് പോയ ഞാൻ മോശക്കാരനാണ്, ഞാൻ ആപ്റ്റല്ല, ഞാൻ മിസ്ഫിറ്റാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലേബലിംഗ്. ഒരു രക്ഷിതാവും ഒരിക്കലും തൻ്റെ കുഞ്ഞിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ലേബൽ ചെയ്യുക. നീ മോശമാണ്. ചില വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നത് കുഞ്ഞിൻ്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാണ്. ചില പദപ്രയോഗങ്ങൾക്ക് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പലതരം വിവേചനങ്ങളും നിറത്തിൻ്റെ പേരിലായാലും ശരീരഘടനയുടെ പേരിലായാലും സംസാര ശൈലിയുടെ പേരിലായാലും നമ്മൾ പലതരത്തിലും ലേബൽ ചെയ്യുന്നുണ്ട്. വായാടി, വികൃതി, അലമ്പ് തുടങ്ങിയ പല പദപ്രയോഗങ്ങളും പല ലേബലിങ്ങുകളും നമ്മൾ കുഞ്ഞിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. നമ്മൾ അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഉപബോധ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന വേലിയേറ്റങ്ങൾ ഒരുപാട് വലുതാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ചും കൂടി അലേർട്ടായിട്ട് നമ്മുടെ കുഞ്ഞിനോട് ഇടപെട്ടാൽ നമ്മുടെ കുഞ്ഞിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന പല വ്യത്യാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നീ ഇങ്ങനെയായിരുന്നില്ല പെരുമാറേണ്ടത്, ആ സിറ്റുവേഷൻ നീ അങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ കുറച്ചുകൂടി മറ്റുള്ളവർക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയും എന്ന രീതിയിലാണ് നമ്മൾ കുഞ്ഞിനെ തിരുത്തുന്നതെങ്കിൽ ആ ലേബലിംഗ് അവൻ്റെ മനസ്സിലുണ്ടാക്കിയ മുഴുവനോളം ആഴമുണ്ടായിരിക്കില്ല. തിരുത്തണം എന്ന തോന്നൽ ആ കുഞ്ഞിന് വരും. പക്ഷെ നമ്മൾ പലപ്പോഴും നീ വായാടിയാണ്, നീ വഴക്കാളിയാണ്, ഇത്തരം വാക്കുകൾ കൊണ്ട് ആ കുഞ്ഞിനെ ലേബൽ ചെയ്യാൻ ഒരു പതുക്കപ്പുഴുങ്ങിയാണ്, ഒരു ഒട്ടും സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ്, നീ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വരിക, നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ തന്നെ എനിക്ക് പേടിയാണ്. ഇത്തരം ലേബലിംഗ് ഒരിക്കലും സമൂഹത്തെ പോസിറ്റീവായി നോക്കിക്കാണാനുള്ളൊരു കഴിവ് ആ കുട്ടിയിൽ സൃഷ്ടിക്കുന്നു. ആ കുട്ടി വളർന്നു വരുമ്പോൾ പലപ്പോഴും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിയും വരും. അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ഇടപെടലുകളിലും മാറ്റിയെടുക്കാൻ സാധിക്കാത്ത ചില പ്രത്യേക തരം വൈകല്യങ്ങളിലേക്ക് ആ കുട്ടി എത്തിപ്പെടും എന്ന് തന്നെയാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുന്നിലെത്തുന്ന പല കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും അമിതമായ പ്രതീക്ഷകളും കുട്ടികളെ സമ്മർദ്ദത്തിലാഴ്ത്താറുണ്ട്. കഴിഞ്ഞ ദിവസം പരീക്ഷാ ഹാളിൽ എക്സാം ഇൻവിജിലേറ്ററായി നിൽക്കുമ്പോൾ പരീക്ഷ തീരാൻ അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ അവസാന ബെഞ്ചിൽ ഒരു പെൺകുട്ടി വല്ലാതെ നെർവസ്സായിട്ട് കണ്ടു. അപ്പോൾ എന്ത് പറ്റി നിനക്ക്? നീ എന്താണ് ഇങ്ങനെ നെർവസ് ആവുന്നത്? ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ടല്ലോ. ആ കുട്ടിക്കിന് കരച്ചിലിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ്. നന്നായി പഠിക്കുന്ന പാഠ്യേതര വിഷയങ്ങളിലെല്ലാം മിടുക്കിയായ ഒരു കുട്ടിയാണ്. ഞാൻ കുറേ സമയം ആ കുട്ടിയെ ശ്രദ്ധിച്ചു. പഠിച്ച ഒരക്ഷരം പോലും എഴുതാൻ സാധിക്കാത്ത വിധം കണക്ക് പരീക്ഷയിൽ ആ കുട്ടി താളം തെറ്റിയായിരുന്നു. അതിനുശേഷം ആസ് എൻ ഇൻവിജിലേറ്റർ ഞാൻ ഒന്നും മിണ്ടിയില്ല. സമയത്തെക്കുറിച്ചുള്ള സൂചനകൾ അതാത് സമയത്ത് കൊടുക്കുന്നതും പേപ്പർ കൊടുക്കുന്നതുമായിട്ട് ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു നിന്നു. പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ഏകദേശം 20 മാർക്കോളം ആ കുട്ടിക്ക് എഴുതാൻ സാധിച്ചു. പുറത്തു വന്ന് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന കുട്ടിയായതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ വിളിപ്പിച്ചു. നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് എന്നെ കെട്ടിപ്പിടിച്ച് വലിയൊരു കരച്ചിലായിരുന്നു ആ കുട്ടി കരഞ്ഞത്. കാരണം ഇതായിരുന്നു, ആ കുട്ടിയുടെ അമ്മയ്ക്ക് കണക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്.
മകൾ കണക്ക് പരീക്ഷയിലും മികവ് തെളിയിക്കണം എന്നുള്ളത് ആ അമ്മയുടെ വല്ലാത്തൊരു പ്രഷറായിരുന്നു. ആ പേടിയിൽ നിന്നാണ് ആ കുഞ്ഞ് പരീക്ഷ തുടങ്ങിയപ്പോൾ തന്നെ ആ പരീക്ഷ കഴിഞ്ഞ് തനിക്ക് ലഭിക്കുന്ന മാർക്കിനെ കുറിച്ചാണ് ഏതോ ഒരു ഉത്തരം തെറ്റിപ്പോയപ്പോൾ ആ കുട്ടിയുടെ ആകെയുള്ള ആത്മവിശ്വാസത്തെ ബാധിച്ചു. അപ്പോൾ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. നമ്മുടെ മക്കളാണ്, നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. പക്ഷേ സ്വപ്നങ്ങൾ നമ്മുടെ മക്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് പ്രഷർ ആവുന്നുണ്ടെങ്കിൽ മാറേണ്ടത് നമ്മുടെ മക്കളല്ല. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മാറേണ്ടത് നമ്മുടെ മക്കളല്ല. നമ്മുടെ മക്കളാണെങ്കിലും അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ ഇഷ്ടവിഷയങ്ങളുണ്ട്, അവരുടേതായ ഇഷ്ടമേഖലകളുണ്ട്. അതിൽ തിളങ്ങണമെന്നായിരിക്കും അവരെ ആഗ്രഹിക്കും. രക്ഷിതാവിൻ്റെ സമ്മർദ്ദം കൂടി വരുമ്പോൾ ഒരു പക്ഷേ രക്ഷിതാവിൻ്റെ സ്വപ്നത്തിലേക്ക് വളരുവാനും തൻ്റെ സ്വപ്നം കൈപ്പിടിയിൽ ഒതുക്കുവാനും സാധിക്കാതെ നിരാശയുടെ പടുകുഴിയിലേക്കായിരിക്കും ആ കുട്ടി വീഴുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ള മേഖലയിൽ കുട്ടി മികവ് തെളിയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കുട്ടിയെ ഇകഴ്ത്തി സംസാരിക്കുകയാണ്. നിനക്ക് ചിത്രം വരയ്ക്കാനാണല്ലോ താല്പര്യം, ആ താല്പര്യം നീ പഠനത്തിൽ കാണിച്ചിരുന്നെങ്കിൽ നീ 1ാം റാങ്ക് വാങ്ങുമായിരുന്നില്ലേ എന്ന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ എൻ്റെ ഒരു ചിത്രകലാ വിദ്യാർത്ഥിയോട് അവൻ്റെ രക്ഷിതാവ് ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ സങ്കടം വന്നു. കാരണം സംസ്ഥാന തലത്തിൽ തൻ്റെ മകൻ മികവ് പുലർത്തി എന്നതിനേക്കാൾ പഠനത്തിൽ ഈ കാരണം കൊണ്ട് മികവ് പുലർത്താൻ സാധിക്കുന്നില്ല എന്നതിന് ഊന്നൽ നൽകി ആ രക്ഷിതാവ് സംസാരിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും മികച്ച ഒരു ചിത്രകാരനെയായിരുന്നു. പിന്നീട് ആ കുട്ടിക്ക് വരയ്ക്കാൻ ഇഷ്ടമാവുന്നില്ല. ഞാൻ ഓരോ തവണ മത്സരത്തിന് പങ്കെടുക്കേണ്ടതിനെ പറ്റി പറയുമ്പോഴും പണ്ട് ടീച്ചർക്ക് ഓർമ്മയില്ലേ നമ്മൾ കേട്ടത്, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും എനിക്ക് ചീത്ത കേൾക്കുന്നത്. കഴിഞ്ഞ +2 പരീക്ഷ എഴുതിയ ആ കുട്ടി വളരെ പ്രഷറിലായിരുന്നു കഴിഞ്ഞ സഹോദരിക്ക് പങ്കെടുത്തത്. അതിനുശേഷം റിസൾട്ട് അറിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്ത് തീരുമാനമെടുത്തു? ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? നീ വരയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സിനാണോ പോകുന്നത്? കാരണം ആ കുട്ടി അത്ര സ്കിൽഡാണ്. അവനൊരു വിഷമഭാവത്തിൽ ഒരു ചിരി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചർ ആദ്യം അച്ഛൻ്റെ സ്വപ്നത്തിലെത്തട്ടെ, അച്ഛൻ്റെ സ്വപ്നത്തിൽ കൂടെ ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നോളാം. എത്ര വേദനയോടെ ആയിരിക്കും ആ കുട്ടി ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാൻ ആദ്യം അച്ഛൻ്റെ സ്വപ്നത്തിനനുസരിച്ച് നടക്കട്ടെ, അച്ഛന് ഇഷ്ടമുള്ള ഒരു പഠനം പഠിക്കട്ടെ, ആ മേഖലയിൽ ജോലി എടുക്കട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ കുട്ടിക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. പക്ഷേ മുതിർന്നവരെന്ന് നടിക്കുന്ന നമുക്ക് പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് മകൻ്റെ സ്വപ്നത്തിൽ, മകൻ്റെ ഇഷ്ടത്തിൽ അവൻ എത്ര ഉയരത്തിലെത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ മാത്രം വളരാൻ നമ്മൾ ഇപ്പോഴും തയ്യാറല്ല. അതുപോലെ തന്നെയാണ് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുന്ന എത്രയോ രക്ഷിതാക്കളെ എനിക്കറിയാം. അവരുടെ മക്കൾ പലരും ഒന്നുമുണ്ടെങ്കിലും ആരോടും പറയുന്നില്ല. കാരണം എന്താണ്? രക്ഷിതാവ് പലപ്പോഴും ജഡ്ജ്മെൻ്റലായി മാറുന്നു. ഒരു കാര്യം കുട്ടി തന്നോട് വന്ന് അവതരിപ്പിക്കുമ്പോൾ രക്ഷിതാവ് വളരെ ജഡ്ജ്മെൻ്റലായാണ് അതിന് മറുപടി പറയുന്നത്. ആ ജഡ്ജ്മെൻ്റൽ റിപ്ലൈ എന്താണെന്നുള്ളത് ഒരു പരിധിവരെ കേട്ട് കുട്ടിക്കും ശീലമായി കാണും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രശ്നവുമായി എൻ്റെ രക്ഷിതാവിനടുത്തെത്തിയാൽ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന റിപ്ലൈ ഇതായിരിക്കും. എത്രയോ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഈ വിഷയം ഞാൻ വീട്ടിൽ പറഞ്ഞാൽ അവരെന്നോട് ഇതായിരിക്കും പറയും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നോക്കൂ, എത്രമാത്രം സമ്മർദ്ദങ്ങളിൽ കൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ അൺകണ്ടീഷണൽ ആവുക എന്നുള്ള വളരെ ബ്രോഡായ ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താൻ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ട ഏരിയകളെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പല കുട്ടികളും പലപ്പോഴായി സംസാരിക്കുന്ന ഒരു വിഷയമാണ്, പല കാര്യങ്ങളിലും കോൺസ്റ്റൻ്റായ ഒരു മോറൽ സപ്പോർട്ട് പാരൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നു. പാരൻ്റ് എപ്പോഴും പാരൻറ്റിൻ്റെ സൊസൈറ്റിയിലുള്ള എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് പേടിക്കുന്നത്. പാരൻ്റ് എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ മകൻ ഇങ്ങനെയൊരു പരിമിതി ഉണ്ടെന്നുള്ളത് മറ്റൊരാൾ അറിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്,
ഇതിനനുസരിച്ച് മക്കളെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഒരു മോറൽ സപ്പോർട്ടോ വെല്ലുവിളികൾ കുട്ടി ചലഞ്ചിങ് സിറ്റുവേഷനെ നേരിടാൻ ആ കുട്ടിക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം അമിത പ്രഷർ ചെലുത്തുകയാണ് രക്ഷിതാവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് പലപ്പോഴും പേടിയാണ്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ ഞാൻ തനിച്ചാവും, എനിക്കൊരു വിജയം സംഭവിക്കുമ്പോൾ എനിക്ക് ചുറ്റും ആളുകളുണ്ടാവും. ഒരു മുതിർന്ന വ്യക്തി എന്ന നിലയിൽ നമുക്കത് എത്ര മാത്രം വെല്ലുവിളിയാണ് സൃഷ്ടിക്കുക. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന പ്രഷർ എത്ര വലുതായിരിക്കും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുഞ്ഞിൻ്റെ ചലഞ്ചിങ് സിറ്റുവേഷനും +2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞിൻ്റെ ചലഞ്ചിങ് സിറ്റുവേഷനും അവരനുഭവിക്കുന്ന ചലഞ്ചസ് തന്നെയാണ്. അപ്പോൾ ഒരു മോറൽ സപ്പോർട്ട്, അതും കോൺസ്റ്റൻ്റ് ആയ ഒരു മോറൽ സപ്പോർട്ട് രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല രക്ഷിതാവാകുന്നത്? വിജയത്തെക്കുറിച്ചുള്ള അമിത സമ്മർദ്ദം പോലെ തന്നെയാണ് വിജയപദത്തിൽ എത്തിക്കാനുള്ള കൈത്താളം. അങ്ങനെ വരുമ്പോൾ രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മൾ സ്ഥിരമായി ഒരു മോറൽ സപ്പോർട്ട് നമ്മുടെ കുഞ്ഞിന് നൽകേണ്ടതാണ്. പലപ്പോഴും പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ഒന്ന് അലവറയിട്ട് കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ സിറ്റുവേഷനിൽ സംഘർഷത്തെ മറികടക്കാമായിരുന്നു. ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. എന്ത് പറ്റി നിനക്കെന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ചു, നീ അമ്മയുടെ കുട്ടിയല്ലേ, നീ അച്ഛൻ്റെ കുട്ടിയല്ലേ, നിനക്ക് എന്താ സംഭവിച്ചത്, ഞാനില്ലേ കൂടെ, ഞാനുള്ളപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കൂ. ഇത്തരം ചോദ്യങ്ങൾ ആ കുട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. എന്തൊക്കെ പരാജയങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് 2 പേരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരുണ്ട്, ആ തോന്നലിനോളം വലുതല്ല ഒരു സൊസൈറ്റി നമ്മുടെ മേലും ചെയ്യുന്ന പ്രഷർ. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും അത്ര വലുതല്ല. നമ്മൾ ഓരോ ചലഞ്ചസ് സിറ്റുവേഷനിലും നമ്മുടെ കുഞ്ഞിനെ കൈത്താങ്ങാവുമ്പോൾ പതിയെ 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 അവൻ എഫേർട്ട് എടുക്കുന്നത് കൂടും, അവൻ്റെ ഹാർഡ് വർക്ക് കൂടും. അങ്ങനെ പതിയെ 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 ഒരിക്കൽ അവന് ചലഞ്ചിങ് ആണെന്ന് തോന്നിയ പല ഘട്ടങ്ങളെയും മറികടക്കാൻ അവന് സാധിക്കും. അവിടെ നമ്മൾ എഫേർട്ടിനെയും അവനിലുണ്ടായ പ്രോഗ്രസ്സുകളെയും വല്ലാത്ത ഒരു ഐക്യത്തോടെ അവനോട് ചേർന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അവൻ്റെ പ്രശ്നം എൻ്റെയും പ്രശ്നമാണെന്ന തോന്നലോടെ നോക്കിക്കാണുമ്പോൾ കുട്ടിക്ക് പലപ്പോഴും ഒരു വൈകാരിക സുരക്ഷിതത്വം എന്ന തലത്തിലേക്ക് ആ കുട്ടി എത്തും. അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രതിസന്ധി ഇതാണ്, അതിലെൻ്റെ രക്ഷിതാക്കൾ എൻ്റെ കൂടെയുണ്ട്, അതിനെ മറികടക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണ്, ഞാൻ അതിനു വേണ്ടി അടുത്ത നിമിഷം മുതൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നത് ഒരാളും അടിച്ചേൽപ്പിക്കാതെ തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെട്ടു വരും. ആ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ ചേർത്ത് പിടിക്കലിൽ കൂടെയും നമ്മൾ ആ കുട്ടിക്ക് നൽകുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ടിലൂടെയുമാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് സംസാരിക്കാം, പക്ഷെ ക്ഷമ എന്ന ഒരു വാക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ 8-10 പോയിന്റുകളിലേക്ക് എത്താൻ ഒരു മനുഷ്യന്, ഒരു രക്ഷിതാവിന് അത്യാവശ്യമായി വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടുകൂടിയല്ലാതെ ഒരിക്കലും ഒരു രക്ഷിതാവിന് ഈ തലങ്ങളിൽ കൂടി കടന്നു പോകാൻ സാധിക്കുകയില്ല. നമ്മൾ ഒരിക്കലും ക്ഷമയില്ലാതെ കുഞ്ഞിനോട് പെരുമാറിയ പലപ്പോഴും നമുക്കറിയാം, രാവിലെ ജോലിക്ക് പോകേണ്ട തിരക്കുകളുണ്ട്, അടുക്കളയിലെ തിരക്കുകളുണ്ട്, കുട്ടികളെ റെഡിയാക്കാനുള്ള തിരക്കുകളുണ്ട്, കൂടെ ജീവിക്കുന്നവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ പലപ്പോഴും കുഞ്ഞിനെ കേൾക്കാനോ കുഞ്ഞിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതവന് നൽകാനോ നമുക്ക് സാധിക്കാറില്ല. വേദനയോടെ ജോലി സ്ഥലത്ത് ചെന്ന് അതിനെക്കുറിച്ച് സങ്കടം പറയുന്നവരായിരിക്കും നമ്മൾ. പക്ഷെ കുട്ടിയോടാണ് നമ്മൾ ആ സങ്കടങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടി കുട്ടി നമ്മളോട് സഹകരിക്കും. അതിനുള്ള ക്ഷമയായിരിക്കണം നമ്മൾ ആ സമയത്ത് കാണിക്കുക. പലപ്പോഴും രാവിലെ നേരങ്ങളിൽ വീട്ടിൽ വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിക്കുക. അമിതമായ വഴക്കുകളും ദേഷ്യപ്പെടലുകളും ശിക്ഷാരീതികളും ഭീഷണികളും ഇതെല്ലാം കലുഷിതമാക്കുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സ് അന്നത്തെ ദിവസം മുഴുവൻ വേവലാതികളിൽ കൂടെയാണ് കടന്നുപോകുന്നത്. രക്ഷിതാവും സമാനമായ ഒരു അവസ്ഥകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അയാളുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ, അയാളുടെ മറ്റ് റിലേഷൻഷിപ്പുകളിലെല്ലാം രക്ഷിതാവിനും ഇതേ പ്രഷറുണ്ട്. പക്ഷേ ക്ഷമയോടുകൂടിയാണ് നമ്മൾ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തതെങ്കിൽ, കുറച്ച് പ്രാക്ടിക്കലായിട്ടാണ് ഇത്തരം സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നതെങ്കിൽ ശാന്തമായ രീതിയിൽ ഈ അവസ്ഥകളെ മറികടക്കാൻ സാധിക്കും. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്
അൺകണ്ടീഷണൽ ആവുക, ഹൗ ടു ബി ആൻ അൺകണ്ടീഷണൽ പാരന്റ്, അല്ലെങ്കിൽ എങ്ങനെ ആൻ അൺകണ്ടീഷണൽ പാരന്റിങ് നമുക്ക് സാധിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എനിക്കറിയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കാം. പല ആശയങ്ങളും ശരിയെന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. എതിരഭിപ്രായങ്ങളുണ്ടാകും. ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട്. അപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ചത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു സൊസൈറ്റിയിലെ ജീവിതം ഇതിന് ചില മറുവാദങ്ങളും നമുക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ടീച്ചറെ ഈ ബീയിങ് അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി എന്ത് ചെയ്താലും ഞാനത് നോക്കി നിൽക്കണം എന്നുള്ളതാണോ എന്ന് ചോദിക്കാം. അത് വളരെ റെലവൻ്റ് ആയൊരു ചോദ്യമാണ്. എന്ത് ചെയ്താലും നോക്കിയിരിക്കലല്ല, എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന് ചോദിക്കലാണ് നമ്മൾ അൺകണ്ടീഷണൽ ആവുക എന്നതുകൊണ്ട് അർത്ഥമാകും. അവിടെ ശകാരങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അവിടെ മോൾഡിങ്ങിന് പ്രസക്തിയുണ്ട്, തിരുത്തലുകൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷെ നമ്മൾ അൺകണ്ടീഷണലായ ഒരു രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രം. പലപ്പോഴും നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആശയം അത് തന്നെയാണ്, അതിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നു എന്ന് മാത്രം. ഇത്ര നേരം നിങ്ങൾ എന്നെ കേട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇനി വരുന്ന സെഷൻ ഈ പാരൻറ്റിങ്ങിൻ്റെ മറുപുറമാണ്. ഹൗ ടു ബി ആൻ അൺകണ്ടീഷണൽ പാരൻ്റ് എന്നതിൻ്റെ അതർ സൈഡാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിന് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ രജനി ടീച്ചർ നമ്മോടൊപ്പം. ടീച്ചർ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്, കവയിത്രിയാണ്. അതിനോടൊപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ചും എങ്ങനെ അധ്യയനം നടത്തണമെന്നും കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചും നിരന്തരമായി ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ അതർ സൈഡിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതെ പോയ പല വിഷയങ്ങളെക്കുറിച്ചും, അത് ചിലപ്പോൾ നെഗറ്റീവ് ആവാം, പക്ഷെ രജനി ടീച്ചറിൻ്റെ പ്രത്യേകത ഏത് നെഗറ്റീവിനെയും ഒരു പോസിറ്റീവ് സൈഡായി, ഒരു പോസിറ്റീവ് ചായ്വോട് കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള സെഷനിലേക്ക് രജനി ടീച്ചറെ സ്വാഗതം ചെയ്യും. ഉപാധികളില്ലാത്ത സ്നേഹം എന്നത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാവുന്ന ഒരാശയം കൂടിയാണ്. എന്ത് ചെയ്താലും അംഗീകരിക്കുക എന്നോ യാതൊരുവിധ നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടതില്ല എന്നോ അതിനർത്ഥമില്ല. വ്യക്തമായ അതിരുകളില്ലെങ്കിൽ കുട്ടികൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. സ്വാതന്ത്ര്യത്തിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മറ്റൊരാളുടെ മൂക്കിൽ തട്ടാത്ത വിധം എന്ന്. ആ സ്വാതന്ത്ര്യത്തിനവിടെ പരിധിയുണ്ട്. ആ പരിധി സ്വയം കണ്ടെത്താനുള്ള പര്യാപ്തത കുട്ടിക്കുണ്ടായിരിക്കണം. എവിടെ വരെ എനിക്ക് പോവാം എന്നുള്ളത് കണ്ടീഷൻ വീട്ടുകാർ പറഞ്ഞില്ലെങ്കിലും ഏതറ്റം വരെ എനിക്ക് പോവാമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനുള്ള അവസരങ്ങൾ കൊടുക്കേ വേണം. കുട്ടികൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു വിരുന്നുകാരോ കുടുംബത്തിലെ ബാക്കിയുള്ള അംഗങ്ങളുമായിട്ട് ഇടപെടുമ്പോഴോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അപമാനിക്കുന്ന രീതിയിലോ തൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഉപാധിയില്ലാതെ സ്നേഹിക്കുക എന്നത് അമിതമായ വാത്സല്യ പ്രകടനമാണ് എന്നും തെറ്റിദ്ധരിക്കരുത്. എന്താവശ്യപ്പെട്ടാലും സാധിച്ചു കൊടുക്കാവുന്ന രീതിയിലേക്ക് ആ വാത്സല്യം വളർത്തുകയും ചെയ്യരുത്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വേണ്ട കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുക എന്നൊരു നിയന്ത്രണം രക്ഷിതാക്കൾ കൊണ്ടുവരണം. ആഗ്രഹമുള്ളതെല്ലാം ആവശ്യമുള്ളതല്ല എന്ന തിരിച്ചറിവ് കുട്ടിക്കുണ്ടാവണം. അതുമാത്രമല്ല, പ്രയത്നത്തിൻ്റെ മഹത്വവും അവർ തിരിച്ചറിയണം. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും വീട്ടിൽ നടന്നു പോകുന്നത് എന്ന് അവരറിയണം. അപ്പോൾ മാത്രമാണ് എത്രത്തോളം കഷ്ടപ്പാടുണ്ട് അവരാവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും സാധിച്ചു തരാനെന്നും അവർ തിരിച്ചറിയുള്ളൂ. അപ്പോൾ അവരവരുടെ പരിധി, ആഗ്രഹിക്കാവുന്നതിൻ്റെ പരിധി അവർ തന്നെ നിശ്ചയിക്കണം. എനിക്ക് എത്രത്തോളം ആഗ്രഹിക്കാം, അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടത് തന്നെയാണോ, അത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സാധിച്ചു തരാൻ പറ്റുന്നതാണോ എന്ന് സ്വയം ചോദിച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കണം. പിന്നെ ഉപാധികളൊന്നും വീട്ടിൽ വെക്കുന്നില്ല എന്നുള്ളത് അമിതമായ സ്വാതന്ത്ര്യം തങ്ങൾക്കുണ്ട് എന്ന് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാവുന്ന രീതിയിലും ആവരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു തെറ്റായ തീരുമാനങ്ങൾ ചില സാഹചര്യങ്ങളിൽ എടുത്തു എന്ന് വരും. വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ആ സമയത്തൊക്കെ കൊടുക്കണം.
തെറ്റായ തീരുമാനങ്ങൾ കുട്ടികൾ എടുക്കാതിരിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള സാഹചര്യം നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കണം. ആ തീരുമാനങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ അവരുടെ കൂടെ ഇരുന്നതിനെ വിശകലനം ചെയ്യണം. ശരിയായ തീരുമാനമാണെങ്കിൽ ഒരു മറയുമില്ലാതെ നമ്മൾ അഭിനന്ദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. തെറ്റായ തീരുമാനമാണെങ്കിൽ ഒറ്റയടിക്ക് അതിനെ നിഷേധിക്കാതെ അതിൻ്റെ വരുംവരായ്കളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി സ്വയം കുട്ടി ശരിയായ തീരുമാനത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. നേർവഴി കാണിച്ചു കൊടുക്കാവുന്ന ഒരു ശ്രദ്ധ എല്ലാ സമയത്തും നമുക്ക് കുട്ടികളുടെ മേലുണ്ടാവണം. നിരുപാധികമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. അവർ അവരുടെ സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് എന്ന നിരന്തരമായ ശ്രദ്ധ നമ്മുടെ കയ്യിൽ അവരുടെ മേലിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല. പിന്നെ ചില കാര്യങ്ങളിൽ അവർക്ക് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ മാത്രമേ പഠിക്കുകയുള്ളൂ. അങ്ങനത്തെ സമയത്ത് നമ്മളവരെ കുറച്ചൊക്കെ അനുഭവിച്ച് പഠിക്കാനും അനുവദിക്കുക. പഠിക്കാതെ ഉഴപ്പി നടന്നാൽ പരീക്ഷയ്ക്ക് തോൽക്കും. പറഞ്ഞത് കേൾക്കാണ്ട് ശ്രദ്ധയില്ലാണ്ട് ഓടി നടന്നാൽ വീഴും, അപകടങ്ങൾ പറ്റും. മഴയത്ത് കുറേ സമയം കളിച്ചാൽ അസുഖം വരും. അതൊക്കെ അവർ അനുഭവിച്ച് തന്നെ അറിയട്ടെ. അതേസമയം അപകടകരമായ ചില കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഉദാഹരണത്തിന്, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കളിക്കുമ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം എന്നത് അവരനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ കാണിച്ച് നമ്മളവരെ ബോധ്യപ്പെടുത്തണം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മുതിർന്നവർ കൂടെയുള്ളപ്പോൾ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പണ്ട് സംഭവിച്ച ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കണം. തീയുമായി കളിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധ വരുത്തണം എന്നുള്ളത് അത് സ്വന്തം അനുഭവത്തിലേക്ക് എത്തിക്കാതെ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. പിന്നെ അച്ചടക്കമില്ലായ്മയല്ല. നിരുപാധികമായ സ്നേഹം എന്നത് അച്ചടക്കമില്ലായ്മയല്ല. വ്യക്തമായ അച്ചടക്കം, സ്ഥിരതയുള്ള ചില നിയമങ്ങളൊക്കെ വീട്ടിലും സ്കൂളിലും ഒക്കെ ഉണ്ടായിരിക്കണം. സ്ഥിരതയുള്ളതെന്ന് പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞ കാര്യം പിന്നെ നമ്മളായിട്ട് മാറ്റി പറയാനുള്ള ഇടവരുത്തരുത്. ഉദാഹരണത്തിന്, കള്ളം പറയരുത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഒരിക്കലും കള്ളം പറയരുത്. ഗാന്ധിജിയുടെ കഥയ്ക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറയും. എന്നിട്ട് മറ്റു ചില സാഹചര്യത്തിൽ കുട്ടിയെ കൊണ്ടുതന്നെ നമ്മൾ കള്ളം പറയിക്കും. അച്ഛനിവിടെ ഇല്ലയെന്ന് പറയും, അതിപ്പോൾ ഇല്ല തരില്ല എന്ന് പറയും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും പിന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി കർശനമായി പാലിക്കാനുള്ളതല്ല എന്നുമൊക്കെയുള്ള തോന്നൽ ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യം വരാതിരിക്കാനും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പിന്നെ അച്ഛനും അമ്മയും റിയൽ ആയിരിക്കണം. നമ്മൾ അഭിനയിക്കരുത്. എന്താണോ വീട്ടിലെ സാഹചര്യങ്ങൾ അത് കുട്ടിയും കൂടി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പെരുമാറണം. സങ്കടങ്ങൾ മറച്ചു വെച്ച് സന്തോഷം അഭിനയിക്കരുത്. സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം കുട്ടി പറയുമ്പോൾ അതിന് അവരറിയാത്ത രീതിയിൽ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് എത്തിച്ചു കൊടുക്കരുത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെന്ന് കുട്ടി തിരിച്ചറിയുക തന്നെ വേണം. അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലെ വെല്ലുവിളികളെ കുറിച്ച് അവർക്കൊരു ബോധവും ഉണ്ടാവില്ല. ഇത് വളരെ രസകരമായി പോകുന്നൊരു കാര്യമാണ് എന്ന് ജീവിതത്തെക്കുറിച്ച് അവർ തെറ്റിദ്ധരിച്ചേക്കാം. ബന്ധങ്ങളെക്കുറിച്ചും അത്തരം തെറ്റിദ്ധാരണകൾ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്നും ജീവിതം എപ്പോഴും സന്തോഷകരമായി തന്നെ നിൽക്കില്ല എന്നും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എല്ലാ സമയത്തും ശരിയായിരിക്കും എന്നും ഒന്നും അവർക്ക് തോന്നാൻ ഇടവരുത്തരുത്. ജീവിതത്തിലുടനീളം പരാജയങ്ങൾ, നിരാശകൾ, വെല്ലുവിളികൾ ഒക്കെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നവർ നമ്മുടെ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കണം. അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോവാതെ അതിനെ അനലൈസ് ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നതും നമ്മളിൽ നിന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കേണ്ടത്. അവരവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴും അപ്പോൾ ആത്മഹത്യയിലേക്കൊന്നും പോവാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, റിയൽ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന ബോധം അവർക്ക് നമ്മളിൽ തന്നെയാണ് കിട്ടേണ്ടത്. പിന്നെ എല്ലാ രീതിയിലും കുട്ടി ഉൾക്കൊള്ളുക എന്നുള്ളത്, കുട്ടി എല്ലാ കാര്യത്തിനും അച്ഛനെയും അമ്മയും ആശ്രയിക്കുകയാണ്, സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എൻ്റെ കുട്ടി അങ്ങനെയാണ്, അവൻ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ചിന്തിക്കരുത്. ഓരോ പ്രായത്തിനനുസരിച്ചും അവർ ചെയ്യേണ്ട ചില കടമകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. കൊടുക്കുന്ന സ്വാതന്ത്ര്യം സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനുള്ളതാണ് എന്ന് നമുക്കും അവർക്കും മനസ്സിലാവണം. അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുകയും വേണം. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഐക്യമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്.
പലപ്പോഴും നമ്മുടെയൊക്കെ പല വീടുകളിലും നടക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അച്ഛനും അമ്മയും തമ്മിൽ ഓരോ കാര്യത്തിനും എതിരഭിപ്രായമായിരിക്കും. അപ്പോൾ അച്ഛൻ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു, ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് ശരിയായ കാര്യവുമായിരുന്നു. പക്ഷെ അച്ഛനോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാത്രം അമ്മ ആ കാര്യം ചെയ്യാൻ കുട്ടിയോട് പറയുകയാണെങ്കിൽ അവിടെ കുട്ടിക്ക് ആകെ കൂടെ കൺഫ്യൂഷനാവും. ഇത് ചെയ്യണതാണോ ശരി, ചെയ്യാത്തതാണോ ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാതെയാവും. മാത്രമല്ല അച്ഛനമ്മമാരെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മൂല്യം അതില്ലാതാവുകയും ചെയ്യും. അപ്പോൾ കുട്ടികളുടെ കാര്യം വരുമ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രം അവരെ അറിയിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസിൽ പറയുന്നത് അവരുടെ വികാരങ്ങൾ എങ്ങനെയാണോ അത് എക്സ്പ്രസ് ചെയ്യണമെന്നാണ്. ദേഷ്യം വരുമ്പോൾ ദേഷ്യം കാണിക്കുക, സങ്കടം വരുമ്പോൾ കരയുക, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മറയില്ലാതെ തുറന്ന് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ അവരോട് പറയുന്നതാണ്. അവർ എക്സ്പ്രസ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആസ് എ സോഷ്യൽ ബീയിങ് ചില സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് പെരുമാറേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ വീട്ടിൽ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സന്ദർഭം, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുകയാണ്, അയൽപ്പക്കക്കാരുണ്ട്, കുടുംബത്തിലെ മുതിർന്നവരുണ്ട്. ആ സമയത്ത് ഇതിലത്തെ ഏതെങ്കിലും ഒരാൾ കുട്ടിയോട് പെരുമാറിയ രീതി കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുട്ടിയോട് പറഞ്ഞ എന്തോ കാര്യം അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാ വികാരങ്ങളും എക്സ്പ്രസ് ചെയ്ത് ശീലിച്ച കുട്ടി മറ്റുള്ളവർ അവിടെ ഉണ്ട് എന്ന് ശ്രദ്ധിക്കാതെ അവരെ അപമാനിക്കുന്ന രീതിയിൽ ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. അവർ മാതാപിതാക്കളെയും ഒറ്റപ്പെടുത്തും, കുട്ടികളെയും ഒറ്റപ്പെടുത്തും, വളർത്തിയ രീതിയെക്കുറിച്ച് കുറ്റം പറയും. അത് നമുക്ക് കൂടുതൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടവരും. അപ്പം സാഹചര്യത്തിനനുസരിച്ച് വികാരങ്ങളെ നിയന്ത്രിച്ച് പെരുമാറേണ്ടതാണ് എന്ന ശിക്ഷണം കൂടി നമ്മൾ അവർക്ക് ചില സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആസ് എ സോഷ്യൽ ബീയിങ് ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യമുള്ളത്, കുട്ടികളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അമിതമായി ത്യാഗം സഹിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവരവരുടെ ഇഷ്ടങ്ങൾ കൂടി അവർ പരിഗണിക്കണം. എല്ലാം വേണ്ടെന്ന് വെച്ച് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അമ്മയ്ക്കും അച്ഛനത് ആവശ്യമില്ലാഞ്ഞിട്ടാണ് എന്ന രീതിയിൽ മക്കൾ ചിന്തിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്നു, സ്ഥിരമായി നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവർ അത് എടുക്കാതെ മൊത്തമായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കളാവുമ്പോൾ ഇല്ലാതാവുന്നൊന്നുമില്ല. എല്ലാ പ്രായത്തിലും നമുക്ക് ഇഷ്ടങ്ങളുണ്ട്, ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം ഉണ്ടാവും, കൊതി ഉണ്ടാവും. അതൊക്കെ കുട്ടികളും തിരിച്ചറിയണം. അച്ഛനമ്മയും മാത്രമല്ല, വീട്ടിൽ വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം വീട്ടിലുണ്ടാവണം. കുട്ടിക്ക് മാത്രമല്ല, കുട്ടിക്ക് എത്രത്തോളം അൺകണ്ടീഷണലായിട്ട് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു അതേപോലെ അൺകണ്ടീഷണലായിട്ട് അവർ തിരിച്ച് പാരൻസിനെയും വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെയും സ്നേഹിക്കണം. എല്ലാവരെയും പരിഗണിക്കാൻ അവർക്ക് തോന്നണം. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, അത് ഞങ്ങളും പരിഗണിക്കണമെന്ന തോന്നൽ അവർക്ക് ഉണ്ടാവണം. അവിടെ മറകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യണത് അവർക്ക് മനസ്സിലാവും, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എന്തൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ടി ഇത് ചെയ്യണമെന്ന് കുട്ടി തിരിച്ചറിയുന്നു. പിന്നീട് കുട്ടി മുതിരുമ്പോൾ ഇതെല്ലാം നമുക്ക് അതേപോലെ തിരിച്ചു തരുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അതിനൊന്നും ഒരു സാധ്യതയും ഇല്ല. നടന്നാലായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നീട് നമ്മൾ തന്നെ ഞാൻ അത്ര ത്യാഗം ചെയ്തിട്ടല്ലേ എന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മോശമായ ഗതികെട്ട അവസ്ഥയിലേക്ക് ഇവരോട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് ചെറുതാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളെ പരിഗണിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ചെറിയ പ്രായത്തിലെ അവർക്ക് കൊടുക്കണം. പിന്നെ ഒന്നുള്ളത് സമൂഹത്തിൻ്റെ സമ്മർദ്ദമാണ്. അപ്പോൾ ആസ് എ സോഷ്യൽ ബീയിങ് സമൂഹം കൽപ്പിക്കുന്ന ചില അരുതായ്മകളെ നമ്മൾ ബഹുമാനിക്കണം. സമൂഹം ചില ശരി തെറ്റുകൾ കരുതി വെച്ചിട്ടുണ്ടാവും, അതിനെ നമ്മൾ പരിഗണന കൊടുക്കണം. പക്ഷെ നമ്മുടെ കുട്ടിയുടെ ഒരു ഇഷ്ടത്തിന് സമൂഹത്തിലുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് മാറ്റിവെക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അവൻ്റെ ആ ആവശ്യം അവന് പേഴ്സണലായിട്ട് ഗുണമുണ്ടാവുന്നതാണ്, വീട്ടിലുള്ളവർക്ക് സമാധാനക്കേടൊന്നും ഉണ്ടാക്കുന്നതും അല്ല എന്നുള്ളതാണെങ്കിൽ നാട്ടുകാർ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അമിതമായി സമൂഹത്തിനെ കുറിച്ച് ഓർത്ത് സാമൂഹികമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കുട്ടികളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വീട്ടിലെ സമാധാനത്തിനും തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അങ്ങനെ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യക്തമായ ചില അതിരുകൾ ഇട്ടുകൊണ്ട് തന്നെ കുട്ടിയെ കുട്ടിയായി അവൻ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെ
കുഞ്ഞിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് പ്രകൃതി തന്നെ നമുക്ക് വ്യക്തമായ ഒരു ഉദാഹരണം തരുന്നുണ്ട്. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും സൂര്യനെ ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്ന ഭൂമി നമ്മൾ അവിടെ നിന്ന് മറിഞ്ഞു വീഴാതിരിക്കാനും പറന്നു പോവാതിരിക്കാനുമുള്ള ഗ്രാവിറ്റേഷണൽ ബലം നമ്മുടെ മേൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ബലത്തിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നില്ല. പിടിച്ചു വലിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളൊരു അസ്വസ്ഥതയില്ല. അതിനപ്പുറം കടന്നു പോകരുത് എന്ന നിർദ്ദേശത്തിൻ്റെ കാർക്കശ്യമില്ല. സ്നേഹപൂർവ്വമുള്ളൊരു കരുതലാണത്. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു സമ്മർദ്ദവും അനുഭവിക്കാതെ തന്നെ നമുക്കിവിടെ സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ട്, വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുന്നുണ്ട്, നീന്താൻ പറ്റുന്നുണ്ട്, വിമാനം പറത്താൻ പറ്റുന്നുണ്ട്, നക്ഷത്രങ്ങളോളം സ്വപ്നം കാണാൻ പറ്റുന്നുണ്ട്, പണ്ടെപ്പോഴോ കയ്യെത്തി പിടിക്കാൻ ആഗ്രഹിച്ച അമ്പിളിമാമനിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് തന്നെ പരിധി വിട്ടു പോവാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കാണാച്ചരടുകൾ നമ്മുടെ കുട്ടികളെ കൊരുത്തിടാൻ നമുക്ക് സാധിക്കണം. ഈ ഗ്രാവിറ്റി ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നാളെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും പരിഗണനയും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് വളരാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് ഇൻ പാരന്റിംഗ് എന്ന ഇന്നത്തെ വിഷയത്തിൽ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുട്ടിയുടെ വിജയത്തിലോ നേട്ടത്തിലോ അധിഷ്ഠിതമായിട്ടുള്ള പരിധികളില്ലാതെ, ഉപാധികളില്ലാതെ അവൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത് തെറ്റുകളെ അവഗണിക്കുന്നതല്ല, കുറ്റങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതല്ല, മറിച്ച് സ്നേഹപൂർവ്വം ശരികളിലേക്ക് അവരെ നയിക്കുക എന്നതാണ്. അവൻ്റെ നേട്ടങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, വെല്ലുവിളികൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവർ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്, തിരിച്ചറിയപ്പെടുന്നുണ്ട് എന്നും തോന്നിക്കുന്ന സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഘട്ടത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരിക്കില്ല. നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ പേരിൽ ഉറച്ചു പോയിട്ടുള്ള ചില അരുതായികകളുണ്ട്. അതിൻ്റെ സമ്മർദ്ദവും അവരുടെ സമൂഹം എന്ത് കരുതുമെന്ന തോന്നലിൻ്റെ സമ്മർദ്ദവും ഒക്കെ ചേർന്ന് അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസിലേക്കുള്ള യാത്ര കുറച്ച് കഷ്ടപ്പെട്ടതായിരിക്കുമെങ്കിലും അത് നമ്മുടെ കുട്ടിക്ക് നൽകുന്ന മാനസികമായ ഒരു സുരക്ഷിതത്വം, ഇമോഷണലായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് വളരെ വലുതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും അതിന് തന്നെയാണ്. ഉപാധികളില്ലാതെ സ്നേഹിക്കപ്പെടുന്ന നല്ല രക്ഷിതാവായിരിക്കാനും നല്ല വിദ്യാർത്ഥികളായിരിക്കാൻ നമ്മുടെ മക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ പോൾ തെക്കിനിയത്തിനെ ഞങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഞങ്ങൾ വിലമതിക്കാനാവാത്ത രീതിയിൽ എടുക്കുന്നു. എല്ലാ രീതിയിലുള്ള നന്ദി ഞങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതുപോലെ ഈ വെബിനാർ സീരീസ് വിജയകരമാക്കാനുള്ള എല്ലാ സാങ്കേതിക സഹായവും നൽകുന്ന ശ്രീ നിശാന്തിനെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. കാർമൽ കാം കളക്റ്റീവിൻ്റെ സാരഥിയും സ്റ്റുഡൻറ് കൗൺസിലറുമായ ശ്രീമതി ഉമാ മേമനെയും സ്നേഹത്തോടെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. വീണ്ടും അടുത്ത മാസം മറ്റൊരു വിഷയവുമായി നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും കാർമൽ കാം കളക്റ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശുഭരാത്രി.